പങ്കാളിയായി. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അന്തിമയങ്ങുന്ന നേരം നോക്കി കാത്തിരിക്കേണ്ടി വന്നിരുന്ന ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ഈ പദ്ധതിയിലൂടെ ശൗചാലയം നിർമ്മിച്ചു നൽകി. ഭാരതത്തിൽ മുതൽ മുടക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനും ഇന്ത്യൻ കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ, വിദേശ ഇന്ത്യക്കാർ എന്നിവരെ ലക്ഷ്യമിട്ട് മേക്കിംഗ് ഇന്ത്യ പദ്ധതി അതുവഴി 2015 മാത്രം 63 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നു. തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ നൽകുന്നവർ എന്ന നിലയിലേക്ക് വളർത്താൻ ലളിതമായ വ്യവസ്ഥയിൽ പെൺകുഞ്ഞുങ്ങളോട് വിവേചനം കാണിക്കാതിരിക്കാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും അതുവഴി സ്ത്രീ ശാക്തീകരണവും മുന്നിൽ കണ്ട് സുകന്യ സമൃദ്ധി യോജന. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക എന്നുള്ളത് വളരെ ചിലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ്. ഇത്തരുണത്തിൽ വെറും 12 രൂപ വാർഷിക പ്രീമിയത്തിൽ അപകട ലൈഫ് ഇൻഷുറൻസ് നൽകാനുള്ള പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. 330 രൂപ വാർഷിക പ്രീമിയം നൽകി അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. ഒരു രാഷ്ട്രത്തിന്റെ നട്ടെല്ല് ആ രാഷ്ട്രത്തെ കർഷകരാണ്. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. വർഷം തോറും കർഷകരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യവും തൊഴിലും നൽകാൻ സാധിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പ്രായമായ ഒരാൾ പോലും അവരുടെ വാർദ്ധക്യത്തിൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടരുത് എന്ന ദീർഘവീക്ഷണത്തോടെ അസംഘടിത വിഭാഗത്തിലുള്ള പെൻഷൻ പദ്ധതി അടൽ പെൻഷൻ യോജന. യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യവും തൊഴിലും നേടാൻ സാധിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. യുവജനങ്ങളെ തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ നൽകുന്നവർ എന്ന നിലയിലേക്ക് വളർത്താൻ ലളിതമായ വ്യവസ്ഥയിൽ വായ്പ ലഭ്യമാകുന്നതിനുള്ള പദ്ധതി പ്രധാനമന്ത്രി മുദ്ര യോജന. ദാരിദ്ര്യ കുടുംബത്തിലെ അമ്മമാർക്ക് കരിയിൽ നിന്നും പുകയിൽ നിന്നും മോചനം നേടാൻ LPG കണക്ഷൻ നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന തുടങ്ങി ഭാരതത്തിലെ നാനാ തുറയിലുമുള്ള ജനവിഭാഗങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അനവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇത്തരം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്ര ജാഗ്രതയോടെ നടപ്പിലാക്കുകയോ ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കള്ളപ്പണക്കാരെയും കള്ളനോട്ട് കേന്ദ്രങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നോട്ട് നിരോധനം ഏർപ്പെടുത്തി. ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ഏതൊരു ഭരണകർത്താവിനും കടുത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും മുത്തലാഖ് നിരോധന നിയമം നടപ്പിലാക്കിയതും നൂറ്റാണ്ടുകളായി തുടർന്നിരുന്ന തർക്കത്തിന്റെ അവസാനമായി അയോധ്യയിലെ രാമക്ഷേത്ര വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചത് നരേന്ദ്രമോദിജിയുടെ വികസന നേട്ടങ്ങളാണ്. പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ട് കാശ്മീരിലെ വിഘടനവാദികൾക്ക് വിതരണം ചെയ്ത അവരെ കൊണ്ട് രാവും പകലും ഉറക്കമൊഴിച്ച് ഈ രാഷ്ട്രത്തിനു വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ കല്ലെറിയിക്കുകയും ഇന്ത്യൻ പട്ടാളക്കാരുടെ കഴുത്തറുത്ത് ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്ന ജിഹാദി ഭീകരർക്ക് അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി കൊടുത്തത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഭാരത പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് നെഞ്ചളവിന്റെ ആർജവം ഒന്ന് മാത്രമാണ്. അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാരെ കൂട്ടക്കൊഴുത് ചെയ്യുമ്പോൾ അവരുടെ മൃതദേഹം പോലും വികൃതമാക്കി അനാദരവ് കാട്ടുമ്പോൾ ഇങ്ങ് ഡൽഹിയിലെ AC മുറിയുടെ സുഖ ശീതളിന്മേലിരുന്നു കൊണ്ട് പാകിസ്ഥാനിലേക്ക് കത്തെഴുതി മറുപടിയും കാത്തിരിക്കുന്ന പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ല നരേന്ദ്രമോദി എന്ന് പാകിസ്ഥാന് മനസ്സിലായി. ചൈനയ്ക്ക് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. തങ്ങളുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായും അതിർത്തി പ്രശ്നം വെച്ചു പുലർത്തി അശാന്തി സൃഷ്ടിച്ചിരുന്ന ചൈന എന്നാൽ മോഡിയുടെ വരവോടെ കഥ മാറി. ആൾബലവും വമ്പൻ ആയുധ ശേഖരവും കൊണ്ട് എന്നും ഭാരതത്തെ ഭയപ്പെടുത്താൻ ചൈന ശ്രമിച്ചിരുന്നു. എന്നാൽ മോഡിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവിന് മുൻപ് നിരന്തരം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് നാം ഓർക്കേണ്ടതുണ്ട്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമിയെ വാത്സല്യവതിയായ എന്റെ അമ്മയ്ക്ക്
സുതാര്യവും അഴിമതിരഹിതവുമായ ഭരണം രാജ്യത്തിന് സമ്മാനിക്കുക എന്നതാണ് ഒരു നല്ല ഭരണകർത്താവിന്റെ ഏറ്റവും വലിയ നേട്ടം. ഞാൻ നിങ്ങളുടെ പ്രധാന സേവകനാണ് എന്ന എളിമയുള്ള വാക്കിലൂടെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ കിരണമായി ഊർജ്ജസ്വലതയോടും നിശ്ചയദാർഢ്യത്തോടും സർവോപരി ദീർഘായുസോടുകൂടിയും ഇരിക്കട്ടെ എന്നും ഇനിയും പുതിയ പുതിയ ഭരണ നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അർജുന, ഒന്നുകിൽ നീ യുദ്ധത്തിൽ മരണപ്പെട്ട് വീരസ്വർഗം പ്രാപിക്കും, അതല്ലെങ്കിൽ വിജയശ്രീ ലാളിതനായി ഭരണാധികാരിയാകും. തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ, ഉയർത്തെഴുന്നേൽക്കൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അർജുനന്മാരോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ, ഉയർത്തെഴുന്നേൽക്കൂ. അധർമ്മികളെ തുരത്തി ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള സമയമായിരിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കൂ. ഏവർക്കും അതിന് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ 9ാം വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുണിനെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് തൊടിയൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഞ്ജന രഘുവിനെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബിനോയ് ജോർജിനെയും താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.